വെൽക്കം ബാക്ക് ടു NINM ഫാഷൻ. ഇന്ന് ചെറിയൊരു കട്ട് പീസ് ക്ലോത്ത് കൊണ്ട് നമ്മളൊരു സെറ്റ് ഹെയർ ആക്സസറീസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഒരു മെഷർമെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പ്രത്യേകത. നമ്മളെ കയ്യിലുള്ള ക്ലോത്തിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് തന്നെ നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാനൊരു ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഹെയർ ബാൻഡിൻ്റെ അളവ് നോക്കിയിട്ട് ഏകദേശം ഇതേപോലെ കണക്കാക്കി ജസ്റ്റ് ഇങ്ങനെ തുന്നി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളതിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ തയ്യൽ മെഷീൻ വെച്ച് ഒരൊറ്റ നീളത്തിൽ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് തന്നെ പണി കഴിയും കേട്ടോ. ഞാനിവിടെ തയ്യൽ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നീളത്തിൽ ഇതേപോലെ തുന്നി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഈ ഒരു വീതിയിൽ തന്നെ തുന്നി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെ ഹെയർ ബാൻഡിൻ്റെ വീതിക്കനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് തുന്നിയെടുക്കാവുന്നതാണ് കേട്ടോ. ശേഷം ബാലൻസ് വന്ന ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യണത്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ദെൻ മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് ഹെയർ ബാൻഡൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു ലാഭത്തിൽ സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. അത് മറിച്ചിട്ട് കൊടുക്കാൻ ചിലർക്ക് അറിയില്ല. നമ്മൾ തുന്നിയ സൂചിയില്ലേ, അതേ സൂചി എന്ത് ചെയ്യുക, പുറകോട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ക്ലോത്ത് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ വന്നോളൂ. അപ്പോൾ ഇതേപോലെ വലിക്കുമ്പോൾ ആ തുടക്കത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതിങ്ങനെ ഉള്ളോട്ടേക്ക് ആക്കി കൊടുക്കണം കേട്ടോ, ആ എഡ്ജസ്. ദെൻ ശേഷം അത് നല്ലപോലെ ഇങ്ങനെ വലിഞ്ഞ് വന്നോളൂ കേട്ടോ. പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ ചിലവർക്ക് അറിയുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രോക്കിലൊക്കെ നമ്മൾ ചെയ്യൂലേ, അതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫ്രോക്കിൻ്റെ കിട്ടുന്ന വള്ളിയൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഹോളിൽ കൂടെ എലാസ്റ്റിക് ഇട്ട് അങ്ങനെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹെയർ ബാൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്കിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ സെയിം കളർ ഹെയർ ബാൻഡ് വേണമെന്നില്ല കേട്ടോ. ഏത് ക്ലോത്തിലും ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ഹെയർ ബാൻഡ് നമുക്കിങ്ങനെ ക്ലോത്ത് കവർ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ശേഷം 2 എഡ്ജസും ഞാനൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. നിങ്ങളതിൽ എൻഡ് ടാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തുന്നി കൊടുക്കുകയാണ് ചെയ്തത്. 2 എഡ്ജസും അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൽ ബാലൻസ് വന്ന പീസ് കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവറും ഒരു ടിക് ടാക്കും ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ബാലൻസ് ഇതിനൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് അളവുകളൊന്നും എടുക്കണ്ട. നിങ്ങളെ കയ്യിലുള്ള ക്ലോത്തിൻ്റെ അളവ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ ഹെയർ ബാൻഡ് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് സെയിലായിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ബാലൻസ് വന്ന ക്ലോത്താണിത്. അപ്പോൾ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈൻസ് ആയിരുന്നു കുറച്ച് മുൻപ് കേട്ടോ. ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബാലൻസ് വന്ന ക്ലോത്ത് ഇതേപോലെ ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. നടുവിലെ മടക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക, റണ്ണിങ് സ്റ്റിച്ചിൽ തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മുഴുവനായിട്ട് ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ വലിയ സൂചി എടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. കുറേ ഇങ്ങനെ കുത്തിട്ട് പോകുമ്പോൾ പെട്ടെന്ന് തീരുന്നതാണ് കേട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ ഒരു മോഡൽ ഫ്ലവേഴ്സ് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടിക് ടാക്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വലിയ ഫ്ലവേഴ്സ് ഡാൻസിനൊക്കെ വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുൻപ്. എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് തുന്നി കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ കളേഴ്സൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ വെച്ചാൽ എല്ലാ കളർ ഡ്രസ്സിൻ്റെ കൂടി നമുക്ക് സ്യൂട്ട് ആവുന്നുള്ളതാണ്. വെദർ ഇറ്റ് ഈസ് മോഡേൺ ആണെങ്കിലും അല്ലെങ്കിൽ സാധാ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് ആണെങ്കിലും അതിനൊക്കെ രണ്ടിനും ഒരേപോലെ മാച്ച് ആവുന്ന കോമ്പിനേഷൻസ് ആണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയണത്. അപ്പോൾ ഇതേപോലെ വലിച്ചിട്ട് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം ഇത് നമുക്ക് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഗം വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സെൻറ്ററിലായിട്ട് ഒരു ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ലേസ് തന്നെയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോണോ ഇനി ക്ലോത്ത് കൊണ്ട് തന്നെ ബ്ലാക്ക് ക്ലോത്ത് ഉണ്ടെങ്കിൽ അതന്നെ വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു ലേസ് വെച്ചിട്ടാണ് ജസ്റ്റ്
സെൻട്രൽ പോർഷൻ കവർ ചെയ്ത് കൊടുത്തത്. ദെൻ ഇത് ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗം വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഇതിന് ശേഷം നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാം. ബാലൻസ് വന്ന പീസ് തന്നെ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് തുന്നി കൊടുക്കുക. ദെൻ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനൊന്നും പ്രത്യേകിച്ച് അളവുകളില്ല കേട്ടോ. നിങ്ങളെ കയ്യിലുള്ള ക്ലോത്തിനനുസരിച്ച് അളവ് എടുത്താൽ മതി. കുറച്ച് നീളത്തിൽ, ഈ ഒരു നീളത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ദെൻ അത് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അലിഗേറ്റർ ക്ലിപ്പല്ല, ടിക് ടാക്കിലേക്ക് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ ടിക് ടാക്കിലേക്ക് നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ദെൻ ശേഷം 2 ഭാഗവും നമ്മൾ തുന്നിയെടുക്കുക. ഈ ഒരു പോർഷൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഒന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചു കൊടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ഗം വെച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തുന്നി കൊടുക്കുക കേട്ടോ. ഞാൻ ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒന്ന് തുന്നി കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മേക്കിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനൊന്ന് നാട്ടിലെത്താൻ കാത്തു നിൽക്കുകയാണ്. അവിടെ ഒരുപാട് പ്രൊഡക്ട്സൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ റേറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓഫർ പ്രൈസിലൊക്കെ ഇടാം കേട്ടോ. ഇതേപോലത്തെ ക്ലോത്തിലൊക്കെ ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഭംഗിയിൽ ഉണ്ടാക്കാനും പറ്റും. റേറ്റും നല്ല കുറവായിരിക്കും. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇത് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു നോർമൽ പ്രൈസിൽ ഞാൻ സെയിൽ ചെയ്യണത് 60 റുപ്പീസിനാണ് കേട്ടോ. ഒരു 35 റുപ്പീസ് ഹെയർ ബാൻഡിനും 25 റുപ്പീസ് ടിക് ടാക്കിനും കണ്ടിട്ട് 60 റുപ്പീസിനാണ് സെയിൽ ചെയ്യൽ. നിങ്ങൾക്കൊരു 75 റുപ്പീസ് വരെയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഓൺലൈനിൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഷിപ്പിംഗ് അടക്കം 110 ഒക്കെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ 60 റുപ്പീസ് മതി കേട്ടോ. അതൊരു നോർമൽ പ്രൈസാണ്. അവർക്കും നഷ്ടമില്ല, നമുക്കും നഷ്ടമില്ലാത്തൊരു പ്രൈസാണത്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കണം. കാരണം അവർക്കും ഒരു സന്തോഷം വേണം, പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നമുക്കും ഹാപ്പിനെസ് വേണം. അപ്പോൾ അതേപോലെയുള്ളൊരു പ്രൈസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് കുറേ ആൾക്കാർ വാങ്ങിക്കും കേട്ടോ. നിങ്ങൾ ഹയർ പ്രൈസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വട്ടം മാത്രമേ വാങ്ങിക്കുള്ളൂ, വീണ്ടും വാങ്ങിക്കില്ല. അപ്പോൾ ഒരു 60 രൂപ എനിക്ക് തോന്നുന്നു നോർമൽ പ്രൈസാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ നോക്കുക. ഇവിടെ ഞാൻ വീണ്ടും ആ ലേസ് വെച്ചിട്ട് ഒന്നും കൂടി അട്രാക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ബാൻഡ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ കമൻറ്റ് ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു.